പുസ്തകാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്ന നടപടികളിൽ അനിശ്ചിതത്വം തുടരുന്നു. 80% പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിച്ചുവെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. എന്നാൽ ഇതിനോടകം 20% പുസ്തകങ്ങൾ മാത്രമാണ് സ്കൂളുകളിൽ എത്തിയിരിക്കുന്നത് എന്ന് KBPS സ്റ്റാഫ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സ്കൂൾ തുറക്കാൻ വെറും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂളുകളിലേക്ക് പാഠപുസ്തകങ്ങൾ എത്തിയിട്ടില്ല എന്ന് വലിയ പ്രതിസന്ധിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇലക്ഷന് മുൻപ് ഏകദേശം 80% പുസ്തകങ്ങളും എത്തി എന്ന് സർക്കാർ, അതായത് കഴിഞ്ഞുപോയ സർക്കാർ ഉറപ്പ് നൽകിയപ്പോഴും 20% പുസ്തകങ്ങൾ മാത്രമാണ് സ്കൂളുകളിൽ എത്തിയിരുന്നത്. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കാൻ നമ്മളോട് കേരള ബുക്ക് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റിയുടെ സ്റ്റാഫ് വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം കുട്ടി ചേരുന്നതാണ്. ശരിക്കും ഇപ്പോൾ, അതായത് കഴിഞ്ഞുപോയ സർക്കാർ പറഞ്ഞത് എല്ലാ പുസ്തകങ്ങളും പൂർണ്ണമായിട്ടും എത്തിയെന്നായിരുന്നു. പക്ഷെ കണക്കുകൾ പ്രകാരം അത്തരം എത്തിയിട്ടില്ല, അങ്ങനെയല്ലേ? അന്ന് സർക്കാർ പറയുമ്പോൾ മുഴുവൻ ബുക്കുകളും സ്കൂള് അടക്കുന്ന ദിവസം എല്ലാ കുട്ടികളുടെ കയ്യിലും മുഴുവൻ പുസ്തകങ്ങളും എത്തുമെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ആ സമയം പറയുന്നത് ഒരു മാസം മുമ്പാണ്, ഇലക്ഷൻ കാലഘട്ടത്തിലാണ് പറയുന്നത്. ആ സമയത്ത് KBPSൽ 20% ബുക്കുകൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുണ്ടായുള്ളൂ. 80% ബുക്കുകളും പ്രിന്റ് പോലും ചെയ്തിട്ടുണ്ടായില്ല. അപ്പം അത് അന്ന് വലിയ ചർച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിൽ ഇടപെട്ട് ഏതാണ്ട് 7 കോടി രൂപ KBPSന് റിലീസ് ചെയ്തു. ആ 7 കോടി രൂപ റിലീസ് ചെയ്തപ്പോൾ കുറച്ച് ബൈൻഡിങ് പേപ്പർ മേടിക്കാനുള്ള പൈസ കിട്ടി. അവർ ബൈൻഡിങ് പേപ്പർ മേടിച്ചു. ഇപ്പോൾ ഏതാണ്ട് അന്ന് മുതൽ നമ്മുടെ തൊഴിലാളികൾ വളരെ ഇതായിട്ട് വർക്ക് ചെയ്ത് 80%, കൃത്യമായി പറഞ്ഞാൽ 79.96% ബുക്കുകൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 3,57,00,000 ബുക്കുകളാണ്. കേരളത്തിലെ സ്കൂളുകൾക്ക് ആവശ്യമായ മുഴുവൻ ബുക്കുകളും 3,57,05,475 ബുക്കാണ് നമ്മൾ അടിക്കേണ്ടത്. നമുക്ക് ഇവിടെ അടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രിന്റ് കംപ്ലീറ്റ് ചെയ്ത് 2,85,51,000 ബുക്കാണ് പ്രിന്റിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ബൈൻഡിങ് കംപ്ലീറ്റ് ചെയ്തത് അത് 79.96% പ്രിന്റിംഗ് കംപ്ലീറ്റ്. ബൈൻഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് 2,48,95,000 ബുക്കുകളാണ് ബൈൻഡിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അത് 69.73%, 70%. അപ്പോൾ 10% ബുക്കുകൾ അടിച്ചിട്ട് ബൈൻഡിംഗ് പൂർത്തിയാകാതെ ഇപ്പോഴും 10% ബുക്കുകൾ ഇന്നലെ വരെയുള്ള കണക്ക്. ഇവിടുത്തെ MD ഒരു പൊളിറ്റിക്കൽ നിയമനമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ IAS IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് MD ആയിട്ട് വരാറ്. ഈ ഗവൺമെന്റ് കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ആളെ കൊണ്ടുവന്ന് വെച്ചു. അയാളുടെ നിരുത്തരവാദമായ പ്രവർത്തനം മൂലമാണ് ഇന്ന് ഈ KBPS ഈ പ്രതിസന്ധിക്ക് കാരണം. 1,80,000 ചില്ലാനും ബുക്കുകൾ ഇനി അടിക്കാനുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ദിവസം 3 ലക്ഷത്തിൽ കൂടുതൽ ബുക്ക് നമുക്ക് അടിക്കാൻ കഴിയില്ല. പരമാവധി എത്ര ശ്രമിച്ചാലും 3 ലക്ഷം ബുക്കുകൾ നമുക്ക് അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 1,80,00,000 ബുക്കുകൾ ഇനി അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-45 ദിവസം വേണ്ടി വരും. അപ്പോൾ സ്കൂൾ ജൂൺ 1-2 സ്കൂൾ തുറക്കുമ്പോൾ 6, 7, 8 സ്റ്റാൻഡേർഡിലെ ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ 10-45 ദിവസം ഇനിയും പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരാഴ്ച കൊണ്ട് ഈ പ്രിന്റിംഗ് ഒരാഴ്ച കൊണ്ട് ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു 45 ദിവസമെങ്കിലും പിടിക്കും. 45 ദിവസമെങ്കിലും മിനിമം പിടിക്കും. വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് അത്. ഈ ഒരു KBPS മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് മൂലമുണ്ടായതാണ്. ഈ MD സുനിൽ ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങേറി ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും കൃത്യമായിട്ട് കാശുകൾ മേടിക്കുകയും ഗവൺമെന്റ് മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയും പിന്നെ പ്രതിസന്ധികൾ ഗുരുതരമായ പ്രതിസന്ധി അദ്ദേഹം അറിയിക്കണ്ടേ ഗവൺമെന്റിന്? ഇത് ഈ ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണക്കാരൻ ഇവിടുത്തെ MD തന്നെയാണെന്ന് 100% ഞാൻ പറയും. അപ്പോൾ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ കയറുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നുള്ള കാര്യമില്ല, ആരാണെങ്കിലും അയാളുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്താനാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും വേഗം പുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കി നൽകണം എന്നുകൂടിയുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.